അപ്പോൾ കരിക്ക് എന്ന് പറഞ്ഞ ചാനലിൽ ഒരു ജാം എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. അത് അവർ 3 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളത് എഡിറ്റ് ചെയ്തിട്ട് 10 മിനിറ്റിലുള്ള ചെറിയ ചെറിയ ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കാണുക, ആസ്വദിക്കുക. പിന്നെ അവരുടെ ചാനലിലെ മിക്കതും നല്ല കോമഡി ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തേക്കുന്നത്. അവർ സ്വന്തമായിട്ട് തന്നെ സ്കിറ്റ് ഉണ്ടാക്കി ഇട്ടിട്ടുള്ള ഒരു ചാനലാണ് കരിക്ക് എന്ന് പറഞ്ഞ ചാനൽ. മിക്കവരും കണ്ടു കാണും. കാര്യം അവർക്ക് മില്യൺ ഫോളോവേഴ്സ് ഉള്ളവരാണ്. അപ്പോൾ നമുക്കും അതൊന്ന് ആസ്വദിച്ച് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട്. ഇവനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് സൂപ്പറാണ്. ഇവനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതിന്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ആൾക്കാർ. വരുൺ കൊറേ വിളിക്കണ്ട, അവന്റെ ഫ്ലാറ്റിൽ പോകണ്ട നമുക്ക്. ബംഗാളി. എന്ത് പോസ്റ്റാണ് വന്നത്? ദുബായി പോയിട്ട് നിനക്ക് ഒരു മാറ്റം ഇല്ലല്ലോ. ഇല്ലേ? അതെ, രണ്ടരോട് ഒരു കാര്യം പറഞ്ഞേക്കാം. നേരെ പോയി ഫ്ലാറ്റിൽ കയറിക്കൊള്ളാം. ആവശ്യമില്ല അത് ഒരു വള്ളിയും പിടിക്കാൻ പോരുത് കേട്ടാ. അവിടെ കുറെ പ്രായമുള്ള ഫാമിലിയൊക്കെ താമസിക്കുന്നുണ്ട്. ഇവിടെ ബാച്ചിലേഴ്സിന് ഫ്ലാറ്റ് ഇടാൻ ഇച്ചിരി പണിയാണ്. ഒറ്റ രാത്രി കൊണ്ട് എന്നെ വഴിയാതെ വെക്കരുത് കേട്ടാ. നീ വരുന്നില്ല, വാ കേറ്. നിങ്ങൾ പോയി കയറിക്കോ. ഞാൻ ഒരു ഹാഫ് ഡേ ലീവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. അവന് ഇക്കളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് വെള്ളം മേടിച്ചു കൊടുക്കും. അവന് ഞാൻ വെള്ളമോ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. നീ പോയി ഹാഫ് ഡേ ലീവ് എടുത്തോണ്ട് പോവാ. തിരുവാതിര കളിക്കുന്നോ? പോയി ലീവ് എടുത്തോണ്ട് പോടാ. ഏതോ ഫ്ലാറ്റിൽ താമസിക്കാൻ പോവാ. നടക്കണം തുടങ്ങും. അതെ, പേരൊക്കെ എഴുതിട്ട് പോട്ടോ. കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നു. പേര് ഞാൻ ചേട്ടനെ വേലൂന്ന് വിളിക്കും കേട്ടോ. ചേട്ടന്റെ നമ്പർ എത്ര? 048484 സെക്രട്ടറിയുടെ നമ്പർ എഴുതിയിരിക്കുന്നു. 543 മൂന്ന് നമ്പർ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. ഫാൻസി നമ്പർ ഒക്കെ ആണല്ലോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഏതോ പഴയ ഫ്ലാറ്റ്. ആ ബെസ്റ്റ് ലിഫ്റ്റും ഇല്ലേ? വാടാ സ്റ്റെയർ കയറാം. എത്ര കേറിട്ടും തീരുന്നില്ല. അതെ, ഞാൻ പറഞ്ഞ മുട്ടായി റിമോട്ട് കാറിന്റെ ഉണ്ടല്ലോ അല്ലേ? ഇതാണോ ഫ്ലാറ്റ്? അവന് കുറഞ്ഞ മുടിയാണ്, നല്ല രസമാണ്. തിരിയുന്നില്ല. പഴയ ഫ്ലാറ്റ് അതേ കണ്ടില്ല. ഒടിഞ്ഞു പോവാത്. മുകളിലേക്കൊന്ന് പൊക്കിയിട്ട് വെയിറ്റ് കൊടുത്തിട്ട് എടുക്ക. ആരാ? ഞങ്ങള് വരുണ്ട ഫ്രണ്ട്സ് ആട്ടാ. ആഹാ, എന്താ കാര്യം? ചേട്ടാ, അവനിന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. ചാവി വന്നിട്ട് പോയി. പക്ഷെ ഇത് തുറക്കാൻ നോക്കിട്ട് തുറയുന്നില്ല. അത് പൂട്ട് ജാമായോണ്ടായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനൊക്കെ സംഭവിക്കാറുണ്ട്. തന്റെ തൊണ്ടയ്ക്ക് എന്താ പറ്റിയേ? അതും ജാമായതാ? ആ എക്കള് ചേട്ടാ. ചേട്ടാ ഒരു ഗ്ലാസ് വെള്ളം തരൂ. ആ പിന്നെന്താ, കേറി വാ, വെള്ളം തരാം. അല്ല അത് വേണ്ട, എല്ലാരും ഉറക്കമായിരിക്കില്ലേ, ഒരു ഗ്ലാസ് വെള്ളം തന്നാ മതി. വരുൺ ഇപ്പൊ ഹാഫ് ഡേ ലീവ് എടുത്തിങ്ങ് വരും. താഴെ എഴുതി വെച്ചിട്ടൊക്കെ ആയിരുന്നോ കേറി വന്നത്? ആ ഈ ഇക്കളയും കൊണ്ട് അധികം ഉറക്കണമെന്ന് കറങ്ങണ്ട. നല്ല എക്കോ ഉള്ള ഫ്ലാറ്റ്, ആൾക്കാർക്കൊന്നും ഉറങ്ങാൻ പറ്റിയല്ല. പിന്നെ നിന്നെ ഒന്നും ഞാൻ ഉറക്കുകയല്ല. ചുമ്മാ ചുമ്മാ കേറി വാ, നമ്മളൊക്കെ ഒരു ഫ്ലാറ്റുകാരില്ലേ. ആരും വരുമ്പോ വിളിച്ചോളും. കേറ്, കുത്തിരി, വെള്ളം തരാം, ചെല്ല്. വാ പിള്ളേരെ വാ. അവളുടെ ഒരു നാണം. പയ്യക്കുടി ഇക്കളക്കരയ്ക്ക് പോയി ഇക്കളക്കരയ്ക്ക് വന്ന് ഇക്കള് പോയാ. താങ്ക് യു ഏട്ടാ. മോന അല്ല അച്ഛനാ. നിങ്ങൾ വരുണ്ടേ ആരാന്നാ പറഞ്ഞേ?
ഞങ്ങളെ ചെറുപ്പം തൊട്ടേ കൂട്ടുകാരാണ്. അപ്പൊ ഇപ്പൊ ഇവന് ലീവ് കിട്ടിയപ്പോ ഓണാഘോഷിക്കാൻ വേണ്ടി വന്നതാ. ഓ ആഘോഷിക്കാൻ വേണ്ടി കെട്ടിയെടുത്താണല്ലേ? എന്താ? അല്ല കെട്ടിപ്പറിക്കൊണ്ട് എങ്ങനെയാ വന്നത്? ഫ്ലൈറ്റില്. എന്നിട്ട് എവിടെ കൊണ്ട് പാർക്ക് ചെയ്ത്? നെടുമ്പാശ്ശേരിയില് ടെർമിനൽ ഫണ്ടില്. ഇപ്പൊ ചിലപ്പോൾ വിട്ട് കാണും, വിളിച്ചു ചോദിക്കണം. എടോ അവിടുന്ന് ഇങ്ങോട്ട് എങ്ങനെയാ വന്നത്? അത് കാറില്. അതെവിടെ കൊണ്ട് പാർക്ക് ചെയ്ത്? അല്ല ഈ ഗസ്റ്റ് പാർക്കിൽ തന്നെയാണോ പാർക്ക് ചെയ്തെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. ചില അലവരാതികളൊക്കെ തോന്നുന്നത് കൊണ്ട് പാർക്ക് ചെയ്യുന്നേ. ആ ഇല്ല, പുറത്ത് റോഡ് സൈഡിലിട്ട്. ആ നന്നായി. അല്ല ഇവിടെ നിന്ന് എത്ര നാൾ ആഘോഷിക്കാനാ പ്ലാൻ? ഓണം വരെ കാണും, പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. തിരുവോണത്തിനൊന്ന് കുടുംബത്തിൽ പോകാൻ സമ്മതിക്കൂല. അറബാബ് വിളിക്കുന്നു. എന്റെ മുതലാളിയാ, ഒന്ന് എടുത്തോട്ടെ. No. I don't have helicopter. You call police or forest authority, not me. Shukrin. എടാ കിങ്ങിണി കയറും പൊട്ടിച്ചോണ്ട് ഓടിയെന്ന്. എങ്ങട്? കിങ്ങിണി ആരാ? പശുവാ? കറവളെ? കറക്കാനോട്ട് ചെല്ല്. പശുവല്ല, പുലി. പുലിയാ? സർക്കസിലല്ല, ഞാൻ അവിടെ അറബാബിന്റെ അണ്ടറിലായിരുന്നു. താനോ? ഞാൻ ഇപ്പൊ എന്റെ അച്ഛൻ്റെ അണ്ടറിലാണ് ഒരു കോഴ്സ് പഠിച്ചോണ്ടിരിക്കുക. ഈ വരുൺ ബാച്ചലർ ആണല്ലേ? അല്ലേ? അതെ. എന്താട്ടാ? അല്ല ഇവിടെ പൊതുവെ ഫാമിലിക്ക് ഫ്ലാറ്റ് കൊടുക്കാറുള്ളൂ. അതിന്റെ ഒരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എന്നാലും ഇങ്ങനെ തലവലാദികൾക്കൊന്നും ഇവിടെ ഫ്ലാറ്റായി കൊടുക്കാത്തതാ. എന്നിട്ട് വരുൺ എങ്ങനെ കിട്ടി ഫ്ലാറ്റ്? അവൻ പുറത്ത് കുറെ അന്വേഷിച്ചേ അവസാനം ഈ തുക്കടാ സെറ്റപ്പേ കിട്ടിയുള്ളൂ. പക്ഷെ അവൻ നമ്മളെ പോലല്ലേ, അലവലാദികളുടെ കൂടെ മേണ താമസിച്ചു. ഞങ്ങളിത് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഇവിടത്തെ സെക്യൂരിറ്റി കുമ്പാർണനെ പോലെ കിടന്ന് ഉറങ്ങുന്നത്. ഇങ്ങോട്ട് വരാൻ ഗൂഗിൾ മാപ്പ് ഒന്നും വേണ്ട, അയാളുടെ കൂർക്കമ്പലി കേട്ട് വരം പിടിച്ച് ഇങ്ങോട്ട് നടന്നു വന്നാൽ മതി. ഒരു കള്ളം വന്ന് കയറി അയാളെ കൊണ്ട് പിടിക്കാൻ പറ്റുമോ? ഇല്ല. മേളിലോട്ട് കയറാൻ ഇവിടെ ലിഫ്റ്റ് ഉണ്ടോ? ഇല്ല. മേളിലോട്ട് സ്റ്റെപ്പ് വഴി കയറി കഴിഞ്ഞാൽ താക്കോലിട്ട് തുറക്കാൻ പറ്റിയ ഒരു കഥ ഉണ്ടോ? ഇല്ല. എന്റെ അറബാ പറയണം ഞാൻ ഇവിടെ ഓണം ആഘോഷിക്കാൻ വന്നേന്ന്. ഓട്ടെ എന്റെ കിങ്ങിണി അറിഞ്ഞാൽ ഡിപ്രഷൻ അടിച്ചാവും. ഇല്ല. അതെ വരും വിളിക്കണേ. ആ ഹലോ. നീ എവിടെയാ? നിന്റെ വാതിൽ തുറന്നിട്ട് നിന്റെ വീടിന്റെ ഓപ്പോസിറ്റിലെ വീട്ടിൽ കയറിയിരിക്കുക. അല്ലല്ല, ഇത് 6A. മോളത്തെ ഫ്ലോറാ? പോരാ. ദേവന് ഫ്ലോർ മാറിപ്പോയി. സോറി, ഞങ്ങളെ മോളിലാ. സോറി മോനെ, മുട്ടായും പേനയൊക്കെ പെട്ടി പൊട്ടിച്ചിട്ട് തരാം കേട്ടോ. നോക്കത്തില്ല ചേച്ചി, ഞങ്ങളങ്ങോട്ട് ഇറങ്ങുക. ചേച്ചിയുടെ ഒരു നാണം. ചേച്ചി ടാറ്റ. എന്തോ പ്രേത വീട. എന്ത് ശരിയാണത്? താഴത്തെ വീട്ടിലെ ചേണ്ടായിന്ന് പഠിച്ച ഇവര് ഫ്ലാറ്റ് മാറിപ്പോയി. വീട്ടിൽ കയറി ഇരിക്കുവായിരുന്നു. ഏത് വീട്? തൊട്ട് താഴെ ഓപ്പോസിറ്റിലെ വീട്ടിലെ ചേട്ടനെടുത്ത്. അവിടത്തെ ചേട്ടനെ മോനെ കാണും. ഒരു അച്ഛനകത്തിട്ട് വാർത്ത പോലിരിക്കും. മംഗലശ്ശേരി നീലകണ്ഠനെയും കാർത്തികനെയും പോലെ. അവിടെ കാലതാമസം ഉണ്ടോ? എടാ എന്റെ സൈഡ് ബാഗ് അവിടെ ഇരിക്കുക. എന്നാ പോയി എടുത്തിട്ട് വരാം. ഇനിയിപ്പോ നാളെ പോയി എടുക്കാം. ഈ രാത്രി ഒന്നും പോയി മുട്ടണ്ട. കിടന്നുണ്ടാവും. പാസ്പോർട്ടും ഡോക്യുമെന്റ്സും ഒക്കെ അതിനകത്തിരിക്കും. അത് പോയാൽ പണി വാളുമ്പാ. അവരൊന്നും ഉറങ്ങിയിട്ടില്ലെന്ന്. കുഴപ്പമില്ല പിന്നെ. ഉറങ്ങി എത്ര പെട്ടെന്ന്? ഇട നീ നേരത്തെ ഇട്ട ഇക്കൾ ഒന്നോടെ ഇട്ട ചിലപ്പോൾ തുറന്നാലേ. ചേടാ ഇത് എന്തൊരു ഉറക്കം ഇത്? അവരെ ലൈറ്റൊക്കെ കെടുത്തി കിടന്നു തോന്നണ്. നാളെ വന്ന് ചോദിക്കാടാ. നീ എവിടെയും പോണില്ലല്ല. ആൾത്താമസം ഇല്ലാത്ത